നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാൻ തലച്ചോറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. പക്ഷെ നമ്മുടെ തലച്ചോറിനെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തെടുക്കണം. ആ ഒരു ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും വല്ലാത്ത ടെൻഷനും സ്ട്രെസ്സും മാനസിക പ്രശ്നങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ ശരീരത്തിൽ ഒരുപാട് കേടുകൾ വരുന്നുണ്ട്. അത് ഹാർട്ടിനെ ബാധിക്കുന്നത്. പ്രധാനമായിട്ട് ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോണുകൾ, അഡ്രിനാലിൻ ഹോർമോണുകൾ കുത്തനെ കൂടും. ടെൻഷനുള്ള ആള് ഇത് ഹാർട്ടിന് ഭയങ്കര ഡാമേജ് ആണ്. പലപ്പോഴും ഹൃദയത്തിലെ രക്തക്കോയിൽ ചുങ്ങിപ്പോവും. ഹാർട്ട് കൂടുതലായിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബി പി കുത്തനെ കൂടും. ബി പി കുത്തനെ കൂടിയാൽ ഹൃദയത്തിലെ രക്തക്കോയിലുകൾ ഡാമേജ്ഡ് ആവും. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വർദ്ധിക്കും. അതും രക്തക്കോയിലുകളിൽ ബ്ലോക്ക് ഉണ്ടാവും. ചില ആളുകൾക്ക് ടെൻഷൻ വല്ലാതെ വർദ്ധിക്കുമ്പോൾ ഹൃദയത്തിന്റെ മിടിപ്പ് കൂടിയിട്ട് അരിത്മിയ എന്ന് പറയുന്ന അസുഖം സംഭവിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഡാമേജ് ഹാർട്ടിന് ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിനെ, ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം. അതിനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡിന് വെറും 2 മിനിറ്റ് സമയത്തിന്റെ ആവശ്യമുള്ളൂ. ആദ്യം നമ്മുടെ മൂക്കിലൂടെ ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് ആ ശ്വാസം ഒരു 4 സെക്കൻഡ് നമ്മൾ പുറത്തേക്ക് വിടാതെ പിടിച്ചു വെക്കുക. അതിനുശേഷം അത് പുറത്തേക്ക് വിടുക. പക്ഷെ 6 സെക്കൻഡുകൾ കൊണ്ട് അത് ഫുള്ളായിട്ട് പുറത്തേക്ക് വിടുക. എന്ന് വെച്ചാൽ പതുക്കെ പുറത്തേക്ക്. ഈ പ്രക്രിയ 5 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യും. എല്ലാ ദിവസവും ചെയ്യണം. ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സ്ട്രെസ് കുറച്ചാൽ എന്തായി? ഹാർട്ടിന്റെ റിസ്ക് കുറഞ്ഞു, ബി പി കൺട്രോൾഡ് ആവും, നീർക്കെട്ട് കുറയും. ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് വഴി ഹൃദയത്തിന്റെ മിടിപ്പ് സ്ട്രെസ് കാരണം കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ട്രെയിൻ യുവർ ബ്രെയിൻ, സേവ് യുവർ ഹാർട്ട് ഇൻ 2 minutes.